മാറ്റും മാറ്റും മാറ്റും. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട്, കണ്ടിട്ടുണ്ട്, ഉണ്ട്, കേട്ടിട്ടുണ്ട്. ഇപ്പോഴുള്ളതിനെ ഞാൻ നോക്കുകയില്ല, കാണുന്നതൊക്കെയും താൽക്കാലികം. വരുവാനുള്ളതോ കാണാനുള്ളതോ, വരുവാനുള്ളതോ കാണാനുള്ളതോ തേജസ്സിന്റെ നിത്യകാലമാണ്, തേജസ്സിന്റെ നിത്യകാലമാണ്. ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഞാനത് കണ്ടിട്ടുണ്ട്, ഞാനത് കേട്ടിട്ടുണ്ട്, ഉണ്ട്, കണ്ടിട്ടുണ്ട്, ഉണ്ട്, കേട്ടിട്ടുണ്ട്. കർത്താവിന്റെ ശ്രേഷ്ഠനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയം ദൈവത്തോടൊപ്പമായിരിക്കാൻ സഹായിച്ച കർത്താവിന്റെ കൃപയ്ക്കായി നന്ദി പറയുകയാണ്. നമ്മളെല്ലാവരും പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച വ്യക്തിയാണ്. ദൈവത്തിന്റെ ആത്മാവുള്ള ഒരു വ്യക്തി സാധാരണ വ്യക്തിയായി തുടരാൻ പാടില്ല. അതാണ് ദൈവജനം പറയുന്നത്. കാരണം എന്നിലായിരിക്കുന്നത് എക്സലൻസ് സ്പിരിറ്റ് ആണ് എന്നിലായിരിക്കുന്നത്. ആ എക്സലൻസ് സ്പിരിറ്റ് ഉള്ള ഒരു വ്യക്തിക്ക് എക്സലൻസിൽ ജീവിക്കുവാനേ കഴിയത്തുള്ളൂ. ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്നത് എന്നെ ആ എക്സലൻസിൽ ജീവിക്കേണ്ടതിന് വേണ്ടിയിട്ടാണ്. ഞാൻ ആ ആത്മാവിൻ്റെ അനുഭവത്തിലാകാനാണ് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്നത്. പക്ഷേ പലപ്പോഴും നമ്മളല്ലാതായിരിക്കുന്നതിന് കാരണം ആ ബോധ്യം നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ദൈവത്തിൻ്റെ ശബ്ദമെന്ന് പറയുന്നത് നിങ്ങളിലായിരിക്കുന്ന ആത്മാവ് എക്സലൻറ്റ് സ്പിരിറ്റാണ്. അത് ഉള്ള ഒരു വ്യക്തി എക്സലൻസിൽ ജീവിക്കും. ഇന്നത്തെ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ അസാധാരണമായ കാര്യങ്ങൾ കർത്താവ് നിങ്ങളിലൂടെ ചെയ്യട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. So that same way, when we don't know about who we are in Christ Jesus, we can also behave. I am sharing who you are, what you have. What is your calling? God want to reveal His excellence through your world. നിന്റെ പൊസിഷൻ തീരുമാനിക്കുന്നത് നിന്റെ ഉള്ളിലുള്ള എക്സലൻസ് സ്പിരിറ്റ് ആണ്. നീ എവിടെ എത്തണമെന്ന് തീരുമാനിക്കുന്നത് നിന്റെ ഉള്ളിലുള്ള എക്സലൻസ് സ്പിരിറ്റ് ആണ്. നീ ആരുടെ മുകളിൽ ആകണമെന്ന് തീരുമാനിക്കുന്നത് നിന്റെ ഉള്ളിലുള്ള എക്സലൻസ് സ്പിരിറ്റ് ആണ്. നിന്റെ പ്രൊമോഷൻ തീരുമാനിക്കുന്നത് നിന്റെ എക്സലൻസ് സ്പിരിറ്റ് ആണ്. നിന്റെ മാന്യത തീരുമാനിക്കുന്നത് നിന്റെ എക്സലൻസ് സ്പിരിറ്റ് ആണ്. You have to condition your spirit, condition your mind, then it will manifest to you. Amen. I'm going to share the word of God. I'm so excited because God is going to speak to you today. ഞാൻ വളരെ ഉത്സാഹത്തോടെ സന്തോഷത്തോടെ ആയിരിക്കുന്നു, കാരണം ദൈവം ഇന്ന് നിങ്ങളോട് സംസാരിക്കാനായി പോകുന്നു. And while I was praying and listened from God, I'm so excited to share what God spoke to me. ഞാൻ പ്രാർത്ഥിക്കുമ്പോഴും ദൈവത്തെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോഴും എനിക്ക് വളരെ എക്സൈറ്റഡ് ആണ്. ഞാൻ ഇന്ന് ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന കാര്യം ഓർത്തിട്ട്. Today's message is a totally different from religious message. മതപരമായ സന്ദേശങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സന്ദേശമാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് തരാനായി പോകുന്നത്. And also while you are listening to this message, maybe you started to think, is it going to happen to my personal life or not? ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിക്കാൻ ഇടയാകും. Maybe ചിലപ്പോൾ സംഭവിക്കുമോ? Normally is not a usual word for preaching. ഇത് പ്രസംഗിക്കാൻ വേണ്ടിയിട്ടുള്ള സാധാരണ ഒരു മെസ്സേജ് അല്ല ഇത്. So it's an unusual word. ഇതൊരു അസാധാരണമായ ഒരു കാര്യമാണ്. Its heading itself unusual. അതിന്റെ ഹെഡിങ് എന്ന് പറയുന്നത് പോലും അസാധാരണമാണ്. So today what I'm going to share, the excellence promotes you. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ശ്രേഷ്ഠത നിങ്ങളെ ഉന്നതമായ സ്ഥാനത്തേക്ക് പ്രവേശിക്കാനായി പോകുന്നു. Can you say with me?
excellence. ശ്രേഷ്ഠത. You know, in Malayalam we say Shreshtada. We are not used. Normally we won't use that word. നമ്മൾ മലയാളത്തിൽ ശ്രേഷ്ഠത എന്ന് പറയുന്ന വാക്ക് കൂടുതലായി നമ്മൾ ഉപയോഗിക്കാറില്ല. But it's an unusual word. അതൊരു അസാധാരണമായ വാക്കാണ്. We normally we won't use it. നമ്മൾ സാധാരണ അത് ഉപയോഗിക്കാറില്ല. We think it's for somebody. നമ്മൾ ചിന്തിക്കുന്നത് അത് മറ്റോ ആർക്കോ വേണ്ടിയിട്ടുള്ള കാര്യമായിട്ടാണ് നമ്മൾ ചിന്തിക്കാൻ And ഇടയാകുന്നത്. also we don't know it's how it's connect with the word നമുക്ക് Bible. അത് ബൈബിളുമായിട്ട് എങ്ങനെയാണ് അത് കണക്റ്റഡ് ആയിരിക്കുന്നത് പോലും നമുക്കറിയത്തില്ല. Mostly people don't know God call you for excellence. We never think that way. കൂടുതൽ ആൾക്കാർക്കും അറിയത്തില്ല ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് എന്ന് പോലും നമുക്ക് വ്യക്തമായ ധാരണയില്ല. Maybe we are thinking excellence we had to, it's like a goal to reach. It's like an achievement to reach. ശ്രേഷ്ഠത എന്ന് പറയുന്നത് ഞാൻ എത്തിപ്പെട്ട് പ്രാപിച്ചെടുക്കേണ്ട ചില കാര്യമാണെന്നാണ് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. We have to achieve excellence. We have to achieve excellence. That's what mostly we think. നമ്മൾ എത്തിപ്പെട്ട് പ്രാപിച്ചെടുക്കേണ്ട കാര്യമാണ് ശ്രേഷ്ഠത എന്നാണ് നമ്മൾ കൂടുതൽ പേരും ചിന്തിക്കുന്നത്. Our prince is working in like a IT company. In IT companies normally they people give excellence award. പ്രിൻസി സിസ്റ്റർ IT കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. IT കമ്പനിയിൽ സാധാരണ ശ്രേഷ്ഠതയ്ക്കുള്ള അംഗീകാരം കൊടുക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. Some of the companies gives excellent award. കമ്പനികൾ സാധാരണ ശ്രേഷ്ഠതയ്ക്കുള്ള അവാർഡുകൾ കൊടുക്കാറുണ്ട്. So while we are hearing this word, we think it's for the worldly people, not for the spiritual people. നമ്മളിത് ശ്രേഷ്ഠത എന്ന് കേൾക്കാൻ ഇടയാകുമ്പോൾ അത് ലോകപ്രകാരമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്, അത് ആത്മീയർക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. So while I was reading the word, I understood one thing. This word somebody wrote from the Bible. It is for us. Amen. ഈ ഞാൻ ബൈബിൾ വായിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. ഈ വാക്ക് ശ്രേഷ്ഠത എന്ന് പറയുന്ന വാക്ക് ആരോ ബൈബിളിൽ നിന്ന് കടമെടുത്തുകൊണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോയതാണ്. പക്ഷെ അത് മോഷ്ടിച്ചുകൊണ്ട് ഉള്ളതല്ല, അത് നമുക്ക് വേണ്ടിയിട്ടാണ് എഴുതപ്പെട്ട കാര്യമാണെന്നാണ് എനിക്ക് മനസ്സിലായത്. Say to your neighbor, it is not for the worldly people, it for the Christian people. This is for the spiritual people. ഈ ശ്രേഷ്ഠത എന്ന് പറയുന്ന വാക്ക് അത് ലോകപ്രകാരമുള്ള ലോകത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, പിന്നെയോ അത് ആത്മീയരായ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. You know, when we heard about economical crisis, financial recession, or rising in inflations, don't be fearful. ലോകത്തായിരിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങൾ, മാന്ദ്യത ഒക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഭയപ്പെടരുത്. Say to your neighbor, rising inflations, ഉയർന്നു വരുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾ, രൂക്ഷമായ വിലക്കയറ്റം കേൾക്കുമ്പോൾ ഭയപ്പെടല്ലേ. It's going to happen. അത് സംഭവിക്കാൻ പോകുന്നു. Don't worry, bother about rising inflations. ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ റൈസിങ് വിലക്കയറ്റം വരുന്ന സമയത്ത് നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. No worries. അതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കണ്ട. Hallelujah. So what you are expecting me, I don't know. Suddenly God will touch you. No. That's what I am going to say today. നിങ്ങൾ എന്താ ചിന്തിക്കുന്നതെന്ന് അങ്ങനെ വരുന്ന സമയത്ത് പെട്ടെന്ന് ദൈവം നിങ്ങളെ തൊടും. When we hear about the rising inflations, what will come into our heart first? The fear come into our heart. Calculations come into our heart. വിലക്കയറ്റവും കാര്യങ്ങളും ഒക്കെ വരുന്ന കാര്യങ്ങളെ കുറിച്ച് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഹൃദയത്തിൽ ഒരു ഭയമാണ് ആദ്യം ഓടി വരുവാൻ ഇടയാകുന്നത്. Hallelujah. In Christ, fear has no place in you. ക്രിസ്തുവിൽ നിങ്ങളുടെ ഉള്ളിൽ ഭയത്തിന് യാതൊരുവിധ സ്ഥാനവുമില്ല. Why? എന്താണ്? 2 Timotheus 1st chapter 1 verse 7 says, God need not give a spirit of timidity or cowardice or fear, but of the power and love. Amen. 2 തിമോത്തിയോസ് 1:7 പറയുന്നു, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. Say to your neighbor, you don't have the spirit of timidity. അടുത്തിരിക്കുന്ന വ്യക്തിയോട് പറയും, നിങ്ങൾക്ക് ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. No spirit of timidity. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. Instead of timidity, we have the
strong spirit. Amen. ഭീരുത്വത്തിന്റെ ആത്മാവിന് പകരം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ശക്തിയുടെ ആത്മാവിനെയാണ് ദൈവം നമുക്ക് തരുവാനിടയായത്. Oh, powerful spirit. ബലമുള്ള ആത്മാവിനെ. So when we hear about the rising inflations, don't be fearful. Fear is from devil. Don't be calculate. Don't follow in calculation. It's also from devil. We have to be strong in the word of God and strong in the spirit of God. നിങ്ങൾ വിലക്കയറ്റത്തെ കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. അത് ദൈവത്തിൽ നിന്നുള്ളതല്ല. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. അതൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല. ദൈവത്തിൽ നിന്നുള്ളത് ദൈവത്തിന്റെ ശക്തിയുള്ള ആത്മാവാണ് ദൈവം നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അടുത്തിരിക്കുന്ന ആളോട് പറ, fearful mindset and attitude should be permanently eliminated. ഭീരുത്വത്തിന്റെ ആത്മാവും ഭീരുത്വത്തിന്റെ മനോഭാവവും അത് നിങ്ങളിൽ നിന്ന് പൂർണ്ണമായി എടുത്തു മാറ്റപ്പെടേണ്ട ആവശ്യമാണ്. Permanently eliminated. എന്നേക്കുമായി അത് എടുത്തു മാറ്റപ്പെടണം. Permanently eliminated. എന്നേക്കുമായി നിങ്ങളിൽ നിന്ന് നീക്കിക്കളയണം. There is no place in you. അതിൽ നിങ്ങൾക്ക് യാതൊരുവിധ സ്ഥാനവുമില്ല. Don't allow any place in you. നിങ്ങളുടെ ഉള്ളിൽ യാതൊരു സ്ഥലവും Don't allow കൊടുക്കരുത്. the fear to dominate in your life. ഭയത്തെ നിങ്ങളുടെ ജീവിതത്തിൽ ഭരിക്കുവാൻ സ്ഥലം കൊടുക്കരുത്. Come on, give a praise offering to our Lord. ദൈവത്തിന് Amen. സ്തുതിയാഗം കൊടുത്താട്ടെ. Why are you saying like that? എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനിടയായത്? God did not call you to live timidity or under the influence of human nature. ദൈവം നിങ്ങളെ വിളിച്ചത് മനുഷ്യ സ്വഭാവത്തിൽ ജീവിക്കാനോ ഭീരുത്വത്തിൽ ജീവിക്കാനോ വേണ്ടിയിട്ടല്ല. ദൈവം നിങ്ങളെ വിളിക്കുവാനിടയായത് or our limitation. അല്ലെങ്കിൽ നമ്മുടെ പരിധി വെച്ചിട്ട്. No. അങ്ങനെ ജീവിക്കാനല്ല. God never called us to live according to our human nature or limitations. ദൈവം നമ്മളെ വിളിച്ചത് മനുഷ്യപരമായ സ്വഭാവത്തിലോ അല്ല ഭീരുത്വത്തിന്റെ രീതിയിലോ ജീവിക്കാൻ വേണ്ടിയിട്ടല്ല ദൈവം നമ്മളെ വിളിക്കുവാനിടയായത്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞ, നമ്മുടെ സ്വഭാവത്തിന്റെ സ്വാധീനത്തിലോ നിയന്ത്രണത്തിലോ ജീവിക്കാനേ അല്ല ദൈവം നമ്മളെ വിളിച്ചത്. എന്താ നിങ്ങൾ കൈയടിക്കാത്തവരെ ഹല്ലേലൂയ പറയാത്ത? അപ്പൊ എന്തിനാ ദൈവം നമ്മളെ വിളിച്ചത്? അടുത്തിരിക്കുന്നവരോട് എന്തിനാ ദൈവം നമ്മളെ വിളിച്ചത്? ദൈവം നമ്മളെ വിളിച്ചത് അവന്റെ ആത്മാവിന്റെ അഭിഷേകത്തിനും ആ സ്വാധീനത്തിനും അനുസരണമായി ജീവിക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചത്. കുറച്ചും കൂടെ ശബ്ദം ഉയർത്താം, ഹല്ലേലൂയ പറയാം. He gave you the life of anointing. അവൻ നിങ്ങൾക്ക് ജീവന്റെ അഭിഷേകം തരുവാനിടയായി. A life of anointing. അഭിഷേകത്തിന്റെ ജീവിതം തരാനിടയായി. A life of anointing. അഭിഷേകത്തിന്റെ ജീവൻ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, അഭിഷേകത്തിന്റെ ജീവിതം. A life of anointing. അഭിഷേകത്തിന്റെ ജീവിതം തരുവാനിടയായി. അടുത്തിരിക്കുന്ന ഒരാളോടും കൂടെ പറ, യേശു നിങ്ങൾക്ക് ഒരു അഭിഷേകത്തിന്റെ ജീവിതമാണ് കണ്ടിട്ടുള്ളത്. യേശു നമുക്ക് അഭിഷേകത്തിന്റെ ജീവനാണ് തന്നിട്ടുള്ളത്. യേശു നമുക്ക് അഭിഷേകത്തിന്റെ ജീവിതമാണ് തന്നിട്ടുള്ളത്. യേശു നമുക്ക് അഭിഷേകത്തിന്റെ ജീവിതമാണ് തന്നിട്ടുള്ളത്. പറ, യേശു നമുക്ക് തന്നത് എന്ത് ജീവിതമാണ്? ഒരു അഭിഷേകത്തിന്റെ ജീവിതമാണ്. For what? When we receive the anointing of God, we will start to live in the power. We live in the dominion, we live in the strength, and we will live in the excellence. Amen. ദൈവത്തിന്റെ ശക്തിയുടെ അഭിഷേകം എൻ്റെ മേൽ പകർന്നു തരുമ്പോൾ ഞാൻ ശ്രേഷ്ഠതയിൽ ജീവിക്കാനിടയാകും, ഞാൻ ശക്തിയിൽ ജീവിക്കാനിടയാകും, ഞാൻ ബലത്തിൽ ജീവിക്കാനിടയാകും. So just imagine, Joanna called out for anointing. യോഹനെ അഭിഷേകത്തിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. So now the anointing is resting upon her. അഭിഷേകം ജോയനയുടെ മേൽ വസിക്കുന്നു. From that day she had a life of anointing. ആ ദിവസം മുതൽ ജീവന്റെ അഭിഷേകം അന്നയുടെ മേലുണ്ട്. Hallelujah. Say hallelujah. Hallelujah. So from that day she have the power of God. ആ ദിവസം മുതൽ ദൈവത്തിന്റെ ശക്തി അന്നയുടെ മേലുണ്ട്. She have the strength of God. ദൈവത്തിന്റെ ബലം അന്നയുടെ മേലുണ്ട്. She has the dominion of God. ദൈവത്തിന്റെ വാഴ്ച അന്നയുടെ മേലുണ്ട്. From that day she started to live an excellent life. അന്ന് മുതൽ അന്ന ശ്രേഷ്ഠമായ ഒരു ജീവിതം ജീവിക്കാനായി തുടങ്ങും. Hallelujah. It's all begin from the anointing of God. ഇതെല്ലാം ദൈവത്തിന്റെ അഭിഷേകം കൊണ്ടാണ് സാധ്യമാകുന്നത്. Hallelujah.
Say with me, it is all begin with the anointing of God. ഇതെല്ലാം ആരംഭിക്കുന്നത് ദൈവത്തിന്റെ It അഭിഷേകത്തിൽ is all നിന്നാണ്. begin with the Holy Spirit. ഇതെല്ലാം തുടങ്ങുന്നത് പരിശുദ്ധാത്മാവിൽ When നിന്നാണ്. you connect with the God of Lord Jesus, when you connect with the Lord Jesus, നിങ്ങൾ യേശുവായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ that moment you also connect with the Holy Spirit. നിങ്ങൾ ആ നിമിഷം തന്നെ പരിശുദ്ധാത്മാവുമായി കണക്റ്റഡ് Now ആകുകയാണ്. Holy Spirit is lives in you. ഇപ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങൾ വസിക്കുകയാണ് That ചെയ്യുന്നത്. is the reason I said you have the strength in your life. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാനാണ് ദൈവത്തിന്റെ ബലം നിങ്ങളുടെ മേലുണ്ടെന്ന്. You have the power. നിങ്ങൾക്ക് ശക്തി ഉണ്ടെന്ന്. You have the dominion. നിങ്ങൾക്ക് വാഴ്ചയുണ്ടെന്ന്. You have the dominion. നിങ്ങൾക്ക് വാഴ്ചയുണ്ടെന്ന്. You are not called for a normal life. നിങ്ങൾ ഒരു സാധാരണ ജീവിതത്തിലേക്ക് വേണ്ടിയിട്ടല്ല വിളിച്ചത്. You are called for an extraordinary നിങ്ങൾ life. ഒരു അസാധാരണമായ ജീവിതത്തിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. Because you can domain. കാരണം നിങ്ങൾക്ക് വാഴുവാനായി സാധിക്കും. You can reign in this life. നിങ്ങൾക്ക് ഈ ലോകത്തെ വാഴുവാനായി സാധിക്കും. You can reign this world. നിങ്ങൾക്ക് ഈ ലോകത്തെ വാഴുവാനായി സാധിക്കും. Come on, church, give a praise offering to the Lord. ദൈവത്തിന് സ്തുതിയാഗം അർപ്പിച്ചാട്ടെ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേ, ശബ്ദമുയർത്തിക്കേ. യേശുവുമായി നിങ്ങൾ ബന്ധത്തിലേക്ക് വന്നപ്പോ അവൻ നിന്റെ മുകളിൽ ഒരു അഭിഷേകത്തെ പകർന്നു, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് തന്നു. എന്തിനു തന്നു? ഭയപ്പെട്ട് ജീവിക്കാനല്ല, അസാധാരണമായി ജീവിതം നടത്താൻ. മനസ്സിലായോ? ഈ ലോകത്തിലെ ഫിയർഫുൾ ആയ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവം നിങ്ങളെ വിളിച്ച് അഭിഷേകം ചെയ്തിരിക്കുക അവന്റെ ആത്മാവിനാൽ. നിങ്ങൾ ഭയപ്പെടേണ്ട ആത്മാവിനെ അല്ല നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നത്. പകരം നിങ്ങളുടെ അകത്ത് ശക്തിയുടെ ആത്മാവ് വന്നിരിക്കുകയാണ്, ബലത്തിന്റെ ആത്മാവ് വന്നിരിക്കുകയാണ്, പറ, വാഴ്ചയുടെ ആത്മാവ് വന്നിരിക്കുകയാണ്, ശ്രേഷ്ഠതയുടെ ആത്മാവ് വന്നിരിക്കുകയാണ്. ഒല്ല ചുണയായെന്ന് കൈയടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഒന്നും കൂടെ ഞാൻ ആവർത്തിക്കാം. ഞാൻ പറഞ്ഞു, ഇത് നമ്മളൊരു അൺയൂഷ്വലായ കാര്യം എന്ന് കേൾക്കാൻ പോകുന്നത്. കുറച്ചും കൂടെ ഉള്ളിലേക്ക് പോയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. പക്ഷെ നിങ്ങളുടെ ലൈഫ് ഇന്ന് മാറുമെന്ന് ഉറപ്പാണ്. ഈ ലോകത്തിലെ രൂക്ഷ വിലക്കയറ്റവും സാമ്പത്തിക പ്രശ്നങ്ങളും കേൾക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടരുത്. കാരണം നിങ്ങളുടെ അകത്തൊരു ആത്മാവുണ്ട്. അതാരുടെ ആത്മാവ്? ദൈവത്തിന്റെ ആത്മാവ്. എല്ലാവരും പറഞ്ഞ ആരുടെ ആത്മാവ്? I have the Holy Spirit. I have the Holy Spirit. The anointing of the Holy Spirit is with me. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം എന്റെ കൂടെ ഉണ്ട്. For what anointing? എന്തിനു വേണ്ടിയാണ് അഭിഷേകം? വളരെ സിമ്പിൾ ആണ്. ഈ ലോകത്തിലെ പ്രതിസന്ധിയുടെ നടുവിൽ ഞാൻ ദൈവത്തിൻ്റെതാണെന്ന് ഞാൻ ഗ്രഹിക്കേണ്ടതിനാണ് ഈ അഭിഷേകം. കൈയടിച്ചില്ല, ഒന്ന് ചൊണയായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞില്ല, ഒന്ന് ആർത്തില്ല, ഒന്ന് ശബ്ദം ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്. അന്നു മുതൽ ശ്രദ്ധിച്ചു കേട്ടാടെ, അന്നു മുതൽ നിങ്ങൾ ഒരു സാധാരണ ജീവിതമല്ല നടത്തുന്നത്. എന്നു മുതൽ? എപ്പോഴാണോ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത് അപ്പോൾ മുതൽ നിങ്ങൾ ഒരു സാധാരണക്കാരനല്ല. അഭിഷേകമുള്ള ഒരു വ്യക്തിക്ക് സാധാരണ വ്യക്തിയായി തുടരാൻ കഴിയത്തില്ല. കാരണം അവനിൽ വസിക്കുന്ന ആത്മാവ് വ്യത്യസ്തമാണ്. സാധാരണ വ്യക്തിയിൽ ആയിരിക്കുന്നത് പോലെയല്ല ദൈവത്തിന്റെ ആത്മാവ് നിന്നിലായിരിക്കുന്നത്. കാരണം സാധാരണ വ്യക്തിക്ക് ദൈവത്തിന്റെ ആത്മാവിനെ അനുഭവിക്കാനായി കഴിയുന്നില്ല, ദൈവത്തിന്റെ ശ്രേഷ്ഠതയെ അവന് അനുഭവിക്കുവാനായി കഴിയുന്നില്ല. ആ എക്സലൻസ് സ്പിരിറ്റ് അവനിൽ വർക്ക് ചെയ്യുന്നില്ല. എന്നാൽ നീ ദൈവത്തോടൊപ്പം ആയിരിക്കുന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ദൈവത്തോടൊപ്പം ആയിരിക്കുന്നതുകൊണ്ട് എന്നിൽ ചലിക്കുന്ന ആത്മാവ് എന്നെ ആ എക്സലൻസിലേക്ക് കൊണ്ടുപോകും. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. Praise the Lord പറഞ്ഞേട്ടെ. ഈ സിസ്റ്റർ ഒരു കൂട്ടം സൗഖ്യമായിട്ടാണ് ബ്രദറിന്റെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്താനായിട്ട് നിൽക്കുന്നത്. ഒരു കൂട്ടം സാക്ഷ്യം പറയാനുണ്ട്, സന്തോഷമുള്ള കാര്യം കേൾക്കാൻ. ഈ സിസ്റ്ററുടെ പേര് ദേവയാനി. ഈ സിസ്റ്റർ കുന്നംകുളം ചെറമങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ദേവയാനി കുന്നംകുളത്ത് നിന്നാണ് വരുന്നത്. നമ്മൾ അടുത്ത ആൾക്കാരാണല്ലോ. ഓക്കെ, പറഞ്ഞേട്ടെ. ഈ സിസ്റ്റർ കഴിഞ്ഞ നവംബർ മാസത്തില് ബ്രദറിന്റെ മീറ്റിംഗിൽ പങ്കെടുത്തപ്പോൾ ബ്രദർ ഈ സിസ്റ്ററോട് അങ്ങോട്ട് പറഞ്ഞു, സിസ്റ്ററുടെ വയറ്റില് അസിഡിറ്റിയും ലിവറില് ഫാറ്റും ഉണ്ടെന്ന് പറഞ്ഞു. ബ്രദർ സിസ്റ്റർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് തന്നെ പൂർണ്ണമായിട്ടുള്ള സൗഖ്യം കർത്താവ് കൊടുത്തു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. പിന്നെ അന്നത്തെ ദിവസം തന്നെ സിസ്റ്റർ ബ്രദറിനോട് 1 വർഷമായിട്ട് ഷോൾഡറിൽ വേദനയുണ്ടെന്ന് പറഞ്ഞു. ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ അന്ന് പൂർണ്ണമായിട്ടുള്ള ആ ഷോൾഡർ വേദന മാറി എന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കാം നമുക്ക്. മൂന്നാമതായിട്ടുള്ള ഒരു സാക്ഷ്യം, സിസ്റ്ററുടെ വലതു ഭാഗത്ത് ആ കഴുത്തില് 2 മുഴയുണ്ടായിരുന്നു.
കഴുത്തിൽ 2 മുഴയുണ്ടായിരുന്നു. 2 മുഴ വലതുഭാഗത്ത്. അപ്പോൾ ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. സിസ്റ്റർ ഓപ്പറേഷൻ ചെയ്തു. പക്ഷെ ഡോക്ടർ ഓപ്പറേഷൻ ചെയ്തിട്ട് അത് റിസൾട്ടിനായിട്ട് ബയോപ്സിക്ക് അയച്ചിരുന്നു. സിസ്റ്റർ വിശ്വാസത്തോടെ ജീസസ് ടൈമിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. ആ ടെസ്റ്റ് നോർമൽ ആകണമെന്ന് പ്രാർത്ഥിച്ചു. ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ അത് നോർമലായി എന്ന് പറയുന്നു. അനർത്ഥം കൂടാതെ കരുതുന്നു ദൈവമാണ്. ഒന്ന് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. അതുപോലെ ഒരു സാക്ഷ്യം കൂടെ, ഒരു കൂട്ടം കാര്യം പറയാനുണ്ടല്ലേ, പറഞ്ഞു പോരട്ടെ. ഇനി സിസ്റ്ററുടെ മോള് ദയ എന്ന് പറഞ്ഞ മോൾക്ക് പനി വിട്ടുമാറാതെയുള്ള പനി ഉണ്ടായിരുന്നു. ടെസ്റ്റ് ചെയ്തപ്പോൾ ഡെങ്കിപ്പനിയും എലിപ്പനിയും ഒരുമിച്ച് വന്നിരുന്നു. അങ്ങനെ ഈ സിസ്റ്റർ വിശ്വാസത്തോടെ ഡെങ്കിപ്പനിയും എലിപ്പനിയും കൂടെ ഒരുമിച്ച് വന്നിരുന്നു. ആദ്യമായിട്ട് കേൾക്കുവാണല്ലോ. സിസ്റ്റർ വിശ്വാസത്തോടെ ജീസസ് ടൈമിൽ അങ്ങനെ വരുമോ? ഡെങ്കിപ്പനിയും എലിപ്പനിയും കൂടെ ഒരുമിച്ച് വരുമോ? ഷോ എൻ്റെ യേശു, ഡോക്ടറോട് തന്നെ ചോദിച്ചാൽ അത് ഭയങ്കര കാര്യമാണ്. വിശ്വാസത്തോടെ ജീസസ് ടൈമിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് പൂർണ്ണ സൗഖ്യം കൊടുത്തു എന്ന്. ഡെങ്കിയും എലിയും കൂടെ ഒരുമിച്ച് വന്നു, പക്ഷെ കർത്താവ് കൂടുതൽ സൗഖ്യം കൊടുത്തു. കൈ അടിച്ച് കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. എഴുന്നേറ്റ് വന്നൊരു നല്ല ആമേൻ കർത്താവിന് പറയാം. ഞാൻ നിങ്ങളോട് ചിലരുടെ ഒരു ദൂത് പറയട്ടെ. ചിലരുടെ പനി ഇന്ന് മാറുന്ന ദിവസവും ഇടവിടാതെ വരുന്ന പനികൾ മാറിപ്പോകട്ടെ. വണ്ടർഫുൾ ജീസസ്, താങ്ക് യു വെരി മച്ച്. ഇനിയുണ്ടോ? ഇല്ല. കഴുത്തിൽ 2 മുഴയുണ്ടായിരുന്നു. കാണാനുണ്ട്, ഓപ്പറേഷൻ ചെയ്ത് കാണാനുണ്ട് കേട്ടോ. ആ ചേച്ചി വെറുതെ പറയുന്നതല്ല, ഓപ്പറേഷൻ ചെയ്തു. അതിനകത്ത് റിസൾട്ട് എല്ലാം നോർമലായിരുന്നു. തോളുവേദന ഉണ്ടായിരുന്നു, അസിഡിറ്റി ഉണ്ടായിരുന്നു, ലിവർ ഫംഗ്ഷനിൽ പ്രശ്നം ഉണ്ടായിരുന്നു. യേശു കൊടുത്ത സൗഖ്യത്തിന് നമുക്ക് നന്ദി പറഞ്ഞേ. ആമേൻ. ലവ് യു ജീസസ്, താങ്ക് യു വെരി മച്ച്. സന്തോഷമായിട്ട് പറയാം. ഈ ചേച്ചി പറയുന്ന സാധാരണ ഒരാൾക്ക് പറയാൻ കഴിയാത്തൊരു സാക്ഷിയോ പറഞ്ഞേ. എൻ്റെ ഹസ്ബൻഡ് കർത്താവിനോട് കൂടെ ചേർക്കപ്പെട്ടു, പക്ഷെ നല്ല മരണം കർത്താവ് കൊടുത്തു. അയ്യോ, അതൊരു വലിയ ധൈര്യമാണ് പറയാൻ കഴിയുന്നത്. സാധാരണ ഇങ്ങനെ പറയുന്നതിനൊക്കെ മുമ്പ് ആളുകൾ കരയും വേദനിക്കുകയൊക്കെ ചെയ്യുന്നതിന് പകരം ചേച്ചി പറഞ്ഞത് കർത്താവിന്റെ അടുക്കൽ ചേർക്കപ്പെട്ടു, നല്ല മരണം കർത്താവ് കൊടുത്തു എന്നാ പറഞ്ഞു. ഒരു ചുണയായിട്ടൊരു കൈയടി കൊടുത്തു. രോഗസൗഖ്യത്തെക്കാൾ വലുത് കർത്താവിന്റെ അടുക്കലേക്ക് നമ്മൾ കടക്കപ്പെടുന്നു എന്ന ധൈര്യം ഓരോ വ്യക്തിയുടെ അകത്തുണ്ടാകുന്നത് വലിയ സന്തോഷമാണ്. സന്തോഷത്തോടെ ദൈവിക അത്ഭുതങ്ങൾക്കായി നന്ദി പറയാം. കർത്താവിന്റെ കൃപയ്ക്കായി സ്തോത്രം ചെയ്യാം. എന്നോടൊപ്പം ആയിരിക്കുന്ന ഓരോ കുടുംബവും രോഗികളായിരിക്കുന്നവർ രോഗമുള്ള ഭാഗത്തേക്ക് കൈകൾ വെച്ചാട്ടെ. അല്ല, നിങ്ങളുടെ വിഷയം ഏതു തന്നെയാണെങ്കിലും അത് കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാട്ടെ. പൂർണ്ണമായ ഒരു വിടുതലിനെ നൽകുവാൻ കഴിയുന്ന സ്വർഗത്തിന് മുൻപിലാണ് നമ്മളായിരിക്കുന്നത്. അവൻ നമ്മുടെ അവസ്ഥ അറിയുന്ന ദൈവമാണ്. ആത്മാവ് എൻ്റെ ഉള്ളിൽ വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആയിരിക്കുന്ന ഏത് സാഹചര്യത്തിലും ജയത്തോടെ എനിക്ക് മുൻപോട്ട് പോകാനായി കഴിയും. അതെൻ്റെ ലൈഫിൽ പരാജയത്തെ കൊണ്ടുവരത്തില്ല. എന്ന് പറഞ്ഞാൽ അതെൻ്റെ ജീവിതത്തിൽ പരാജയത്തെ കൊണ്ടുവരത്തില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വസിക്കുന്നു. ഒരു നിമിഷം കണ്ണുകളെ അടച്ചാട്ടെ. എന്നോടൊപ്പം ആയിരിക്കുന്ന കുടുംബങ്ങളിൽ കർത്താവെ, ഇവർ പോകുന്ന ഏത് വിഷമ സാഹചര്യമാണെങ്കിലും അതിൽ ദൈവത്തിൻ്റെ ഉദ്ദേശത്തെ തിരിച്ചറിയണം. അവിടെ ദൈവത്തിൻ്റെ അത്ഭുതത്തെ കാണണം. കർത്താവെ, അവരായിരിക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവത്തെ അനുഭവിക്കണം. അപ്പ ഇവരെവിടെയാണോ ആയിരിക്കുന്നത് അവിടെ ആ ദൈവത്തിൻ്റെ ആത്മാവ് ചലിക്കട്ടെ. ആ എക്സലന്റ് സ്പിരിറ്റ് ഇവരിൽ ഉള്ളത് അനുഭവിക്കട്ടെ. അപ്പ കർത്താവെ, കുടുംബങ്ങളിൽ വലിയ ദൈവമഹത്വം ചലിക്കട്ടെ. ഈ കുടുംബങ്ങളിൽ വലിയ ദൈവപ്രവൃത്തി ഉണ്ടാകട്ടെ. ഇവരോരോരുത്തരും കർത്താവെ ഒരു മഴ പെയ്യുന്ന അനുഭവത്തോടെ പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കട്ടെ. അപ്പാ, പരിശുദ്ധാത്മാവിന്റെ നിറവ് അനുഭവിക്കട്ടെ. അപ്പാ, യേശുവേ നിന്റെ പ്രവൃത്തിക്കായി നന്ദി. യേശുവേ നിന്റെ കൃപയ്ക്കായി നന്ദി കർത്താവേ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. കർത്താവെ, വായിക്കാത്ത നിറയെ പുണ്ണായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കുന്നത് കാണാം. ആ വായിലായിരിക്കുന്ന അൾസർ മാറിപ്പോകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ അപ്പാ. യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ അപ്പാ. ഈ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ അത്ഭുതമുണ്ടാകട്ടെ. ദൈവത്തിൻ്റെ അത്ഭുതമുണ്ടാകട്ടെ അപ്പാ. കർത്താവെ, ഒത്തിരി ഒരു ബഞ്ചായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. കർത്താവേ, നിന്റെ കൃപയ്ക്കായി നന്ദി പറയുന്നു. അവിടുന്ന് കൊടുത്ത സൗഖ്യത്തിനായി സ്തോത്രമപ്പാ. സ്വർഗീയ പിതാവിനോടൊപ്പമായിരിക്കുന്ന ഓരോ വ്യക്തികളും അത്ഭുതം അനുഭവിക്കണമപ്പാ. യേശുവെ, അവിടുത്തെ സ്നേഹത്തെ അനുഭവിക്കണമപ്പാ. സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ അനുഭവങ്ങളിൽ നമുക്ക് ഓരോ ദിവസമാകാം. ഗോഡ് ബ്ലെസ് യു.